അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണ്. സിറ്റിയിലെ മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ കുടുംബങ്ങളെ, അയൽപക്കങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ ഒരു ക്യാമ്പയിന് തുടക്കമിടുകയാണ്. തണലാണ് ഞങ്ങൾക്ക് കുടുംബം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് 50 കേന്ദ്രങ്ങളിൽ ഈ പ്രോഗ്രാം ഈ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ക്യാമ്പയിനിൽ നമ്മൾ സിറ്റിയിൽ വ്യത്യസ്തമായ പരിപാടികളാണ് ആവിഷ്കരിക്കുന്നത്. ഈ ക്യാമ്പയിനിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഈ ഒത്തുചേരൽ വല്ലാത്ത പ്രതീക്ഷയാണ്. ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ സമാപിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ, കൂട്ടുകുടുംബങ്ങളെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടക്കാം. ഡിസംബർ 11 വൈകിട്ട് 6:30 ഗ്രാൻഡ് സ്ക്വയറിൽ പ്രൊഫഷണൽ ഫാമിലി മീറ്റ് നടക്കും. ഈ പ്രോഗ്രാമിൽ വിവിധ മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളാണ് പങ്കെടുക്കുന്നത്. ഡിസംബർ 15 സിറ്റി ഫാമിലി മീറ്റ്. നഗരത്തിൽ ഫ്ളാറ്റുകളിലും മറ്റുമായി താമസിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക എന്നാണ് ലക്ഷ്യം. ഡിസംബർ 17 ഖുർആൻ പഠിതാക്കളുടെ കുടുംബ സംഗമം. നമ്മുടെ സിറ്റിയിലെ മുഴുവൻ ഖുർആൻ സ്റ്റഡികളിലുമുള്ള പഠിതാക്കൾ അവരുടെ കുടുംബങ്ങളുമായി ഗ്രാൻഡ് സ്ക്വയറിൽ അന്ന് വൈകിട്ട് 4 മണിക്ക് ഒത്തുചേരും. മഹല്ല് കുടുംബ സംഗമം. ഈ പ്രോഗ്രാം പ്രധാനമായും ഏരിയകളിലാണ് സംഘടിപ്പിക്കേണ്ടത്. ഓരോ ഏരിയയിലും പ്രധാന മഹല്ലുകൾ കേന്ദ്രീകരിച്ച് കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹല്ല് കുടുംബ സംഗമങ്ങൾ നടക്കും. ഡിസംബർ 20 സിറ്റിയിലെ മഹല്ല് നേതൃത്വങ്ങളും രാഷ്ട്രീയ സമുദായ നേതൃത്വങ്ങളും ഒത്തുചേരുന്ന പരിപാടിയാണ് ടീൻ വൈബ് പ്രോഗ്രാം. 7 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കൂട്ടുകാർക്കായി ടീൻ വൈബ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഈ പ്രോഗ്രാമിൽ സ്റ്റോറി ടെല്ലിംഗ്, ചിത്രരചന, കഥാരചന, കവിത തുടങ്ങിയ പരിപാടികളാണ്. ഈ പ്രോഗ്രാമുകൾ പ്രധാനമായും ഏരിയ തലത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഏരിയ തലത്തിൽ വിജയികളാവുന്നവർക്ക് നമ്മുടെ മെഗാ ഷോയിൽ സമ്മാനങ്ങൾ നൽകും. റീൽസ് മേക്കിംഗ് മത്സരം. ഈ പ്രോഗ്രാം 15 മുതൽ 30 സെക്കൻഡുകൾ വരെയാണ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത്. തണലാണ് കുടുംബം എന്ന തലക്കെട്ടിൽ ആ ആശയം ജനിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഉണ്ടാകേണ്ടത്. 5-in-1 കുടുംബ സദസ്സ്. നമ്മുടെ ഓരോ പ്രദേശത്തുള്ള ഹൽക്ക കേന്ദ്രീകരിച്ച് നടക്കേണ്ട പരിപാടികളാണ്. അതാത് പ്രദേശത്തെ 5 കുടുംബങ്ങളെ അല്ലെങ്കിൽ 10 കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് അവരെ സംഘടിപ്പിച്ച് ഒരു കുടുംബ സദസ്സും പരിപാടികളുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. ഈ ക്യാമ്പയിനിൽ നമ്മൾ പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ് സെന്റർ. പ്രാദേശിക തലങ്ങളിൽ പ്രധാന മഹല്ലുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രോഗ്രാം ഉണ്ടാകേണ്ടത്. മഹല്ലുകളുമായി ഒത്തുചേർന്നുകൊണ്ട് ഇതിനുവേണ്ട സംവിധാനം ഒരുക്കണം. സീനിയർ സിറ്റിസൺ ഫാമിലി ടോക്ക്. നഗരത്തിലെ പ്രായമായ മുതിർന്നവരെയും കൂട്ടുകാരെയും ചേർത്തുകൊണ്ടുള്ള പരിപാടികളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിറ്റിയിൽ അതിനുവേണ്ട സംവിധാനം ഒരുക്കും. മെഗാ ചാറ്റ് ഷോ ഇവന്റ്. SIO, GIO സോളിഡാരിറ്റി സംയുക്തമായിട്ടാണ് മെഗാ ചാറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ 30-ാം തീയതി എറണാകുളം സിറ്റിയിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുക. ഈ ക്യാമ്പയിനിൻ്റെ സഞ്ചാരം ഇങ്ങനെയാണ്. പ്രാദേശിക ഹൽക്ക തലങ്ങളിലും വ്യത്യസ്തമായ കുടുംബ ഒത്തുചേരലുകളിലൂടെ വീടുകൾ കീഴടക്കി ഹൃദയം തൊട്ടൊരു യാത്ര. ഈ ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാൻ ഓരോ ഹൽക്കയും തങ്ങളോടൊപ്പം ഒരു പുതിയ കുടുംബത്തെ കൂടെ ചേർത്ത് പിടിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ സിറ്റി പ്രസിഡന്റ് AM ജമാൽ അസേരി സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഏറെ പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ഈ വരുന്ന ഡിസംബർ 1 മുതൽ
ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചിരിക്കുന്ന കുടുംബ കാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തണലാണ് കുടുംബം എന്ന തലക്കെട്ടിൽ ഒരു മാസക്കാലം നടത്തുന്ന കാമ്പയിൻ കാലയളവിൽ വിവിധ രീതികളിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. കുടുംബം ആണ് പ്രധാനം. കുടുംബ സംവിധാനത്തിന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകം പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറ യഥാർത്ഥത്തിൽ കുടുംബമാണ്. ഒരാളുടെ ജീവിതവും അയാളുടെ വ്യക്തി വികാസവും സമാധാനവും സന്തോഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കുടുംബ അന്തരീക്ഷത്തിലാണ്. മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കുടുംബത്തിൻ്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്ര വ്യവസ്ഥാപിതമായ കുടുംബ സംവിധാനത്തിന് അനേകം വിള്ളലുകൾ ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പുതിയ കാലഘട്ടത്തിലെ ചിന്താഗതികളും പുതിയ സംസ്കാരങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വാതിലുകൾ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അത് മുഖേന അനേകം ദുരന്തങ്ങളാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനം മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതലുള്ളതാണ്. ഈ കാലഘട്ടത്തിലെ പുതിയ ചിന്താഗതികളും ലിബറൽ ചിന്താഗതികളും ഒക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ വച്ച് എങ്ങനെയൊക്കെയോ രൂപീകൃതമായ ഒന്നാണ് കുടുംബം. ആ കുടുംബം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചു കളയുന്നു. കുടുംബഘടന മനുഷ്യന്റെ സമത്വം ഇല്ലാതെയാക്കുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി പുതിയ ചിന്താഗതികൾ നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചിന്താഗതികളിലൂടെ നാം കാത്തുസൂക്ഷിച്ചിരുന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്താഗതികൾ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിരുകൾ ലംഘിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ വിജയിക്കുന്നതിനാണ് സ്വാതന്ത്ര്യമെന്ന് അവർ പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കളെ അകറ്റിക്കളയുക എന്നതാണ്. ആ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് മക്കളാണെങ്കിൽ മക്കളെ ഉപേക്ഷിച്ചു പോകുക എന്നതാണ്. അതുകൊണ്ട് കുടുംബം എന്ന സംവിധാനം ഒരു മനുഷ്യന്റെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുടുംബം എന്ന സംവിധാനം എന്തിനാണ് എന്ന ചോദ്യം പുതിയ കാലത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾ ചോദിക്കുന്നത് വിവാഹം എന്തിനാണ് എന്നാണ്. ഒരാളുടെ പിന്നാലെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? അതുകൊണ്ട് വിവാഹം ആവശ്യമില്ല എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഉള്ള കാലഘട്ടത്തിൽ കടന്നു വരുന്ന തലമുറകൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന കുടുംബ ഘടകങ്ങൾ എങ്ങനെയുണ്ടാവും? കുടുംബഘടനകൾ എങ്ങനെയുണ്ടാവും? പക്ഷേ ഇത്തരം ചിന്തകൾക്കൊന്നും ലിബറൽ ചിന്താഗതിയുടെ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല. കാരണം അത്തരം ചിന്തകൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മാരകമായ രോഗം പോലെ. അതിന്റെ പ്രത്യാഘാതമാണ് ആധുനിക മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഭവിഷ്യത്തുകൾ. വിഷാദ രോഗങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, അതിന്റെ പിന്നിലുള്ള ആത്മഹത്യകൾ എല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക. പുതിയ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗം സ്ട്രെസ്സിൻ്റെതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ടെൻഷൻ്റെതാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ പറഞ്ഞ രോഗങ്ങളല്ല ഇപ്പോൾ എല്ലാവരും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത സ്ട്രെസ്സാണ്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ്. അതിന് പരിഹാരമായി കുറെ അധികം ആളുകൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ അധികം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ മനുഷ്യന്റെ ടെൻഷൻ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചുള്ളതാണ്. കാരണം അത്രമാത്രം ഒറ്റപ്പെടലുകളും ഏകാന്തതകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ഒരു നോവലുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ സൂചിപ്പിക്കുന്നത് പോലെ ആൾക്കൂട്ടത്തിലാണെങ്കിലും മനുഷ്യൻ തനിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറയും അവന്റെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന കുടുംബാന്തരീക്ഷം തകർക്കപ്പെട്ടതിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗതി തന്നെയാണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിന് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്, നമ്മളോട് തന്നെ പറയാനുണ്ട്.
മുസ്ലിം സമൂഹത്തിന്റെ കുടുംബ രീതിയിലേക്ക് ഈ ലിബറൽ ചിന്താഗതികൾ കടന്നാക്രമണം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കുടുംബ സാഹചര്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും തോന്നുകയാണ്, എനിക്കെൻ്റെ ഈ കുടുംബം അത്ര പോരാ, എൻ്റെ ഭർത്താവ് അത്ര പോരാ, എൻ്റെ ഭാര്യ അത്ര പോരാ എന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് കടന്നു വരുന്ന സംസ്കാരങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആശയങ്ങളെ സൈദ്ധാന്തവൽക്കരിച്ച് നമുക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബം യഥാർത്ഥത്തിൽ വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. ഇവിടെ ഇസ്ലാമിന് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരത്തിലെ ഏറ്റവും ഉദാത്തമായ ഒരു ഭാഗമാണ് കുടുംബം എന്ന് പറയുന്നത്. അത് ഏതോ സമയത്ത് മനുഷ്യൻ രൂപപ്പെടുത്തിയതല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കുടുംബ സംവിധാനത്തോടു കൂടിയാണ് ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. കുടുംബ ബന്ധം എന്നതിന്റെ അറബി പദം റഹിം എന്നാണ്. റഹിം എന്ന പദത്തിന്റെ അർത്ഥം കാരുണ്യമാണ്. കാരുണ്യം എന്ന അറബി പദത്തിൽ നിന്നാണ് കുടുംബ ബന്ധം എന്ന റഹിം എന്ന പദത്തിലേക്ക് വരുന്നത്. ഈ പദം എടുക്കുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ 2 വിശേഷണങ്ങൾ അർ റഹ്മാൻ അർ റഹീം എന്ന പദത്തിൽ നിന്നാണ്. പരമകാരുണ്യവാൻ കരുണാവാരിധി എന്ന പദത്തിൽ നിന്നാണ് റഹീം എന്ന പദം എടുക്കുന്നത്. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നത് അനല്ലാ അനർ റഹ്മാൻ അന ഖലഖ്തുർ റഹീം, ഞാൻ അള്ളാഹുവാണ്, ഞാൻ പരമകാരുണ്യവാനാണ്, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. ശഖഖ്തു മിൻ ഇസ്മി എന്ന് അതിൽ അള്ളാഹു പറയുന്നുണ്ട്. എൻ്റെ നാമത്തിന്റെ പകുതി ഞാൻ കുടുംബത്തിന് കൊടുത്തു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ നാമത്തിന്റെ പകുതി കുടുംബത്തിന് കൊടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബം എന്നത് ഒരു ആത്മീയ അടിത്തറയുള്ളതാണ്. കേവലം ഭൗതികമായ ഒരു സംവിധാനമല്ല, ആത്മീയതയുടെ അടിത്തറയുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബ സംവിധാനത്തിലേക്ക് കടക്കുന്ന വിവാഹ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മീസാക്കൻ ഖലീല എന്നാണ്, ബലിഷ്ഠമായ കരാർ എന്നാണ് പറയുന്നത്. അള്ളാഹുവും പ്രവാചകന്മാരും നടത്തിയ കരാറിനെ സംബന്ധിച്ച് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ മീസാക്കൻ ഖലീല എന്ന് ഖുർആൻ പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഒരു യുവാവും യുവതിയും തമ്മിൽ വിവാഹം കഴിക്കുന്നിടത്താണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ബലിഷ്ഠമായ കരാർ എന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബ സംവിധാനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹം കഴിക്കുന്നതിലൂടെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചു എന്നാണ്. ഫൽയത്തഖില്ല ഫിന്നിസ്ഫിൽ ആഖിർ, ബാക്കി പകുതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞത് ഇത് കേവലം മനുഷ്യൻ രൂപപ്പെടുത്തിയതല്ല. ആത്മീയമായ അന്തരീക്ഷത്തിൽ മനുഷ്യ ജീവിതത്തെ വികസിപ്പിച്ചെടുക്കുന്നിടത്ത് അടിത്തറ പാകുന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് ആത്മീയതയുടെ അടിത്തറയിൽ രൂപപ്പെടുത്തപ്പെടുന്നതാണ് കുടുംബം എന്നാണ്. രണ്ടാമത്തേത്, കുടുംബം എന്ന ഘടനയിലൂടെ ഉദാത്തമായ ഒരു സംസ്കാരമാണ് രൂപപ്പെട്ടു വരുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ, അവന്റെ കണ്ണിന്റെ, കാതിന്റെ, ചിന്തയുടെ വിശുദ്ധിയെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത് ഒരു കുടുംബ സംവിധാനത്തിന്റെ അതിരുകളാണ്. ഈ അതിരുകൾ ഭേദിക്കണം എന്നാണ് ലിബറൽ ചിന്താഗതികൾ പറയുന്നത്. അതിരുകൾ ഭേദിച്ചു പോകുന്നിടത്താണ് സ്വാതന്ത്ര്യമെന്നും സമത്വമെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് അതിരുകളിൽ സൗന്ദര്യമുണ്ട് എന്നാണ്. അതിരുകൾ വരയ്ക്കുന്നിടത്ത് സൗന്ദര്യമുണ്ട് എന്നാണ്. നിയമങ്ങളിൽ സൗന്ദര്യമുണ്ട് എന്നാണ്. ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ ഒരു നാൽക്കവലയിൽ വെച്ച് ആ വാഹനത്തെ കൃത്യമായി തിരിച്ചുവിടുന്ന ഒരു ട്രാഫിക് പോലീസിന്റെ നിയന്ത്രണമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ വാഹനത്തിന്റെ ഗതി എങ്ങനെയാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ അവിടെ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഒരു അതിരാണത്. ഒരു കാൽപന്ത് കളിയുടെ ഒരു കളിക്കിടയിൽ വരയ്ക്കുന്ന വരയുടെ പുറത്തിറങ്ങി കളിക്കുന്നവൻ യഥാർത്ഥ കളിക്കാരൻ എന്ന് നമ്മൾ പറയില്ല. അതിന്റെ വരയുടെ ഉള്ളിൽ നിന്ന് കളിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാൽപന്ത് കളിക്കാരൻ എന്ന് നമ്മൾ പറയുക. ഒരു വര നമ്മൾ ഒരു വെള്ള പേപ്പറിൽ മാർജിൻ വരച്ച് എഴുതുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അതിരുകൾ അതിന്റെ സൗന്ദര്യം ഉൾക്കൊള്ളുന്നതാണ്.
മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യവും അത് തന്നെയാണ്. നമ്മളൊന്ന് ഉദാഹരണം മനസ്സിലാക്കുക. ഒരു വിവാഹം നടക്കുന്ന കർമ്മം എത്ര സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അനേകം ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. കുടുംബ ബന്ധുക്കളുടെ ആഘോഷമാണ്. അവരുടെ പ്രാർത്ഥനകൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 2-3 ദിവസങ്ങളല്ല, അനേകം ദിവസങ്ങൾ അതൊരു സന്തോഷമായി 2 കുടുംബങ്ങൾ 2 ദേശങ്ങളുടെ സന്തോഷമായി മാറാറുണ്ട്. അത് മറ്റൊരു വശം നമ്മൾ നോക്കുക. ചില സ്ഥലങ്ങളിൽ കോടതി വരാന്തകളിൽ വിവാഹത്തിന്റെ രജിസ്ട്രേഷൻ നടക്കാറുണ്ട്, രജിസ്റ്റർ വിവാഹങ്ങൾ നടക്കാറുണ്ട്. മാതാപിതാക്കളെ തട്ടിയകറ്റിയിട്ട് പോകുന്ന മക്കളെ നമുക്ക് കാണാം. മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ സാക്ഷ്യത്വത്തോടുകൂടി അവരെ മാറ്റി നിർത്തിയിട്ട് പോകുന്നവരെ കാണാം. ഇത് രണ്ടിൽ എവിടെയാണ് സൗന്ദര്യമുള്ളത്? ലിബറൽ ചിന്താഗതി പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകാമെന്നാണ്. അവിടെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതില്ല, അവരുടെ സ്നേഹത്തെ പരിഗണിക്കേണ്ടതില്ല. മറുഭാഗത്ത് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അയൽപക്കക്കാരുടെയും ഒക്കെ സാക്ഷിത്വത്തിലും പ്രാർത്ഥനയിലും നടത്തുന്ന ഒരു വിവാഹ കർമ്മം നമ്മൾ നോക്കുക. എത്ര സന്തോഷകരമായിരിക്കും. ഞാൻ പറയുന്നത് അതിരുകളും അതിർത്തികളും പാലിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ സന്തോഷം. ഇവിടെയാണ് പുതിയ കാലത്തെ ചിന്തകളും ഇസ്ലാമിന്റെ കുടുംബ അന്തരീക്ഷവും കുടുംബവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വ്യതിരിക്തമാകുന്നത് എന്നാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഉദാത്തമായ ഒരു സംസ്കാരമുണ്ട്, മനുഷ്യനെ നിയന്ത്രിക്കുന്ന സംസ്കാരമാണ്. പക്ഷേ ലിബറൽ ചിന്തകൾ പഠിപ്പിക്കുന്നത് ലജ്ജയില്ലാത്ത സംസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാൻ എന്ന് പറയുന്നത് 70-ൽ പരം ശാഖകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിനോട് അടുത്ത് നിൽക്കുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. എന്നിട്ട് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞത് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ എന്നാണ്. ലജ്ജ എന്ന് പറയുന്നത് ഒരു ആവരണമാണ്. അത് ഇല്ലാത്തയിടത്ത്, അത് നഷ്ടപ്പെടുന്നയിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഫൽ മാ ശിഅത്, നിനക്ക് ഉദ്ദേശിക്കുന്നത് നീ ചെയ്യുക എന്ന ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. അതുകൊണ്ടാണ് പുതിയ കാലത്തെ മുദ്രാവാക്യം തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, കാരണം നീ നാളെ മരിക്കയായി എന്നതാണ് അവരുടെ മുദ്രാവാക്യം. അതേസമയം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യ ജീവിതം ഇവിടെ സന്തോഷം ഉള്ളത് തന്നെയാണ്. അതിരുകൾ പാലിക്കുന്നിടത്ത് സന്തോഷമുണ്ടാകുന്നതാണ്. പക്ഷേ അത് പരലോകവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ്. മനുഷ്യനെ ആദ്യമായി പഠിപ്പിച്ചതും ലജ്ജയുടെ അതിർത്തി എന്താണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിന്നാണ് മനുഷ്യന്റെ സംസ്കാരം തുടങ്ങുന്നത്, അവിടെ നിന്നാണ്. പക്ഷെ അത് മാറ്റിയെടുക്കണം എന്നതാണ് പുതിയ ചിന്താഗതി. അവിടെയാണ് സോഷ്യൽ മീഡിയകളിലൂടെ കുടുംബജീവിതത്തിലേക്ക് കടന്നാക്രമണം നടത്തിയത്. നമ്മുടെ വീടകങ്ങൾ സോഷ്യൽ മീഡിയ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നു. അവിടെ നമുക്ക് പല ചിന്തകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. നമ്മളുടെ പുതിയ കാലത്ത് അപകടകരമായ ചിന്തകളായി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായി കടന്നു വരുന്നത് വീടുകളിൽ നിന്ന് മക്കളെ ഇട്ടെറിഞ്ഞു പോകുന്ന അനേകം മാതാക്കളെ കാണുന്നു. നമ്മൾ മാതാക്കളെയും മക്കളെയും ഉപേക്ഷിച്ചു പോകുന്ന അനേകം ഭർത്താക്കന്മാരെ കാണുന്നു. കാരണം പുതിയ കാലത്തെ സോഷ്യൽ മീഡിയകൾ, അതിന്റെ സംസ്കാരങ്ങൾ കടന്നു വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറുകയാണ്. ഓഫ്ലൈനിൽ ഉള്ള ഒരു ജീവിതമല്ല പിന്നീട് ഓൺലൈനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈനിലുള്ള ലജ്ജ ഓൺലൈനിൽ ഇല്ലാതെയാകുന്നു എന്നാണ്. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നവരോട് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ വീട്ടിലെ ഭാര്യമാർ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ കുറച്ച് പക്വതയും അവർ ചില സംസ്കാരങ്ങളും സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഓൺലൈനിൽ കടന്നു വരുമ്പോൾ അവർ ഓൺലൈനിലേക്ക് പ്രദർശിപ്പിക്കപ്പെട്ടവരായി അങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ വിവാഹത്തിന്റെ വാർഷികങ്ങളിൽ അങ്ങനെ ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ അവരുടെ രഹസ്യ ജീവിതത്തിൽ നിൽക്കേണ്ടതുപോലെ പരസ്യമായി സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നു. കാരണം പിശാച് ഉദ്ദേശിക്കുന്നത് ലജ്ജയുടെ ആവരണങ്ങൾ എടുത്തു മാറ്റുക എന്നതാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്ന ചില അതിരുകളെ നമ്മൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെ യാത്ര ചെയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരോടൊപ്പമാണ് സംസാരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. എവിടെയൊക്കെ കൂടിക്കലരാം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിയമാവലികളും നിയമനിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അപകടമാണ് നമ്മൾ കണ്ട സിനിമാ ലോകത്തെ
അഭ്രപാളികൾക്ക് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ അത്തരം ദുഷിച്ച സംസ്കാരങ്ങൾ നമുക്കിടയിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ ഒരാളില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ വളരെ വലിയ രീതിയിൽ വിഷമം അനുഭവിച്ചു എന്ന് പുതിയ കാലഘട്ടത്തിലെ നായികമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച കുടുംബ സാഹചര്യവും ഇസ്ലാം പഠിപ്പിച്ച അതിരുകളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ അടിത്തറ പണിയുന്ന ഒരു ഭാഗമാണ് കുടുംബം. മൂന്നാമത്തേത് സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നത് നിങ്ങൾ സമാധാനമുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു ഇട്ടു തന്നു എന്നാണ്. സമാധാനം ഉണ്ടാവുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. വീടിന് അറബിയിൽ പറയുന്ന പദം മസ്കൻ എന്നാണ്, സമാധാനത്തിന്റെ ഇടം എന്നാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ സമാധാനം കണ്ടെത്തുന്ന മേഖലകൾ ഉണ്ടാവാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിൽ അവർ പരസ്പരം സമാധാനം കണ്ടെത്തുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഇടങ്ങൾ കണ്ടെത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെ നമ്മൾ പരാമർശിക്കാറുണ്ട്. ജബലുന്നൂർ എന്ന പർവ്വതത്തിൽ നിന്ന് ആദ്യത്തെ വഹിയിന്റെ ആ ഭാരങ്ങൾ കൊണ്ട് വിയർത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പർവ്വതത്തിൽ നിന്നിറങ്ങി ഓടുന്നുണ്ട്. വഴിയിൽ കാണുന്നവർ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മുഹമ്മദ് എന്ന്. പ്രവാചകൻ മറുപടി പറയുന്നില്ല. മനസ്സ് മുഴുവൻ സമ്മിലൂനി എന്നാണ്, എന്നെ പുതപ്പിക്കൂ ഖദീജ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, എന്നെ പുതപ്പിക്കുക. പ്രവാചകനെ പുതപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഏതൊരു മനുഷ്യനും പുറത്തേക്ക് പോയി വലിയ പ്രയാസങ്ങളിലൂടെ കടന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം, ആ സമാധാനമാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നാണ്. മനുഷ്യ ജീവിതത്തിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ആ വാർദ്ധക്യത്തിൽ എത്തിയവർക്ക് ഒരു സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ആ വീടിന്റെയും കുടുംബത്തിന്റെയും അന്തരീക്ഷമാണ്. പക്ഷേ പുതിയ ചിന്തകൾ വാർദ്ധക്യത്തിലെത്തിയാൽ അവരെ ഉപേക്ഷിക്കുക എന്ന് പഠിപ്പിക്കുകയാണ്. പ്രയോജനരഹിതമായതൊന്നും ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അനേകം വൃദ്ധസദനങ്ങൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബാന്തരീക്ഷത്തിൽ ഉന്നതമായ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം രൂപപ്പെടേണ്ടതുണ്ട്. അങ്ങനെ രൂപപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ വശങ്ങളെക്കുറിച്ചാണ് ഇസ്ലാം മനുഷ്യരോട് മുഴുവൻ കുടുംബ സംവിധാനങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്നേഹം എന്ന് പറയുന്നതാണ് അതിന്റെ അടിത്തറ രൂപപ്പെടേണ്ടത്. സ്നേഹം എന്നത് വിവിധ തലങ്ങളിലുണ്ട്. ദാമ്പത്യ ബന്ധത്തിലെ സ്നേഹത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ മവദ്ദത്തൻ വറഹ്മത്തൻ എന്നാണ് പറഞ്ഞത്. അത് പ്രണയത്തിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് സംരക്ഷണത്തിന്റെ സ്നേഹമാണ്. ഫഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുക, അതൊരു സംരക്ഷണത്തിന്റെ സ്നേഹമാണ്. മക്കളോടുള്ള സ്നേഹം കാരുണ്യത്തിന്റെ സ്നേഹമാണ്. സ്നേഹം എന്നത് ഒരു കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ ഇന്ന സഹോദരനെ സ്നേഹിക്കുന്നു റസൂലെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് അത് പറഞ്ഞിരുന്നോ? താങ്കൾക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് എന്ന കാര്യം. സ്നേഹം എന്നത് യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്നേഹം അള്ളാഹുവിനെ മുൻനിർത്തിയാവണം. സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. സ്നേഹം പ്രകടമായിരിക്കണം. ഇങ്ങനെ ഒരു സ്നേഹാധിഷ്ഠിതമായ ഒരു കുടുംബ സംവിധാനത്തിലൂടെയാണ് ഒരു കുടുംബത്തിൽ ഊഷ്മളത ഉണ്ടാകുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിലും മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലും അള്ളാഹു ഇഹ്സാൻ എന്ന പദം ചേർത്ത് വയ്ക്കുന്നുണ്ട്. അഥവാ മനുഷ്യൻ അള്ളാഹു കാണുന്നു എന്നതുപോലെ സ്നേഹിക്കുന്നിടത്താണ് ഇഹ്സാൻ എന്ന പദം ചേർത്ത് വെക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ കുടുംബ സംവിധാനത്തിൽ ഏറെ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നിടത്ത് ഒന്നാമതായി ഉണ്ടാകേണ്ടത് സ്നേഹമാണ്. രണ്ടാമത്തേത് അവകാശങ്ങൾക്കപ്പുറം ബാധ്യത നിർവഹണം നടത്തുക എന്നതാണ് രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ബാധ്യതകൾ നിർവഹിക്കാൻ മനുഷ്യൻ സന്നദ്ധമാകുക.
മൂന്നാമത്തേത് പുതിയ കാലഘട്ടത്തിലെ മത്സരങ്ങൾക്കിടയിൽ സാമ്പത്തികമായ ചിലവഴിക്കലുകളിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ സമാധാനമുള്ളതാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, പുതിയ കാലത്ത് ഇത്രമാത്രം ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തെ തിരിച്ചുപിടിക്കാൻ നമ്മൾ സന്നദ്ധമാകുക. നമ്മുടെ മക്കളെ അതിലേക്ക് ചേർത്ത് നിർത്തുക, കുടുംബാംഗങ്ങളെ കുടുംബങ്ങളിലേക്ക് ചേർത്ത് നിർത്തുക. അങ്ങനെ ഒത്തൊരുമയോടുകൂടി ടീം വർക്കോടുകൂടി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായാൽ പുതിയ കാലത്ത് അഭിമുഖീകരിക്കുന്ന വിഷാദങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകളിൽ നിന്നും ഏകാന്തതകളിൽ നിന്നും അവരെ തിരിച്ചുപിടിക്കാൻ കഴിയും. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ അതാതു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചവരാണ് എന്നതുപോലെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം ലിബറൽ ചിന്താഗതികളാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുടുംബത്തെയാണ്. അതുകൊണ്ടാണ് തണലാണ് കുടുംബം എന്ന തലക്കെട്ടിൽ ശ്രദ്ധേയമായ ഒരു കാമ്പയിൻ ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്നത്. അതിനോടൊപ്പം നിങ്ങളും അണിചേരുക, ഓരോരുത്തരും അവരാൽ കഴിയുന്നത് നിർവഹിക്കുക. അങ്ങനെ ഈ കുടുംബത്തിന്റെ മഹത്തായ സന്ദേശത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കടന്നു വരുന്ന സംസ്കാരങ്ങളെ തടഞ്ഞു നിർത്താൻ സന്നദ്ധമാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ കുടുംബ കാമ്പയിൻ ഡിസംബർ 1 മുതൽ നടക്കുന്ന തണലാണ് കുടുംബം എന്ന തലക്കെട്ടിലുള്ള കുടുംബ കാമ്പയിൻ സിറ്റി തലത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തണലാണ് കുടുംബം എന്ന സംസ്ഥാനതല ക്യാമ്പയിൻ്റെ സിറ്റി ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രാദേശിക തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ആലോചനയും അതിൻ്റെ നിർവഹണവുമാണ് നടക്കേണ്ടത്. ഈ ഉദ്ഘാടന സെഷൻ കഴിയുന്നതോടുകൂടി പ്രാദേശിക നമ്മുടെ ഇന്ന് സിറ്റിയിൽ 50 സ്ഥലങ്ങളിലായിട്ടാണ് ഇതേപോലെയുള്ള പരിപാടികൾ നടക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും തന്നെ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും കുടുംബസമേതം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഇതിനെക്കുറിച്ചുള്ള ആലോചനകളും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നടക്കേണ്ടത്. അതുകൂടി തീരുമാനിച്ചതിന് ശേഷമാണ് ഈ യോഗം പിരിഞ്ഞു പോകേണ്ടതെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഭംഗിയായി നടത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.